PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 27/2024 പ്രകാരം കേരള PSC നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള 50 ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവാണ് താന്തിയ തോപ്പി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് താന്തിയ തോപ്പിയാണ്. അടുത്ത ചോദ്യം. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ് പട്ടണം. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ് പട്ടണം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്ത ചോദ്യം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. അടുത്ത ചോദ്യം. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം 1920. ഖേദ സത്യാഗ്രഹം നടന്നത് 1918. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം 1930. ഗാന്ധിജി നയിച്ച സമരങ്ങൾ കാലഗണനാക്രമത്തിൽ എഴുതുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ 3, 2, 1, 4. ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹവും പിന്നീട് ഖേദ സത്യാഗ്രഹവും പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനവും അവസാനമായി സിവിൽ നിയമലംഘന പ്രസ്ഥാനവും. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി 1, 2 മാത്രം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി 1, 2 മാത്രം. അടുത്ത ചോദ്യം. തിരമാലകൾ എന്നാൽ സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് തിരമാലകൾ. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് തിരമാലകൾ. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. അതുപോലെ പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കൂടുതലാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലത്തിന് വീതി കൂടുതലാണ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമതാപോർജ ഉൽപാദന കേന്ദ്രങ്ങളാണ് പുക താഴ്വരയും മണികരണും. ഉത്തരം ഓപ്ഷൻ ബി 1, 2. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമതാപോർജ ഉൽപാദന കേന്ദ്രങ്ങളാണ് പുക താഴ്വര മണികരൺ. അടുത്ത ചോദ്യം. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് നിഷോങ്. അടുത്ത ചോദ്യം. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറംപണിക്കരാർ. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറംപണിക്കരാർ.
അടുത്ത ചോദ്യം, GST നിലവിൽ വന്നത് എന്നാണ്? എന്നാണ് GST നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി, 2017 ജൂലൈ 17. GST നിലവിൽ വന്നത് 2017 ജൂലൈയിലാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. 1, 2, 3 പ്രസ്താവനകൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. എയും ബിയും ഡിയും പ്രസ്താവനകൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം. എല്ലാ പ്രസ്താവനകളും നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാണ്? 2014 ആഗസ്റ്റ് മാസം 28 പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 1, 2 പ്രസ്താവനകൾ മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകളാണ്. അപ്പോൾ വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. 3, 4 പ്രസ്താവനകൾ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ്. അതുപോലെ കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നതല്ല. അടുത്ത ചോദ്യം, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 248. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 248. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 1, 2 പ്രസ്താവനകൾ ശരിയാണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 293. ശരി ഉത്തരം ഓപ്ഷൻ ബി, 1, 2 ശരിയാണ്. അടുത്ത ചോദ്യം, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? കൺകറന്റ് ലിസ്റ്റ്. ട്രേഡ് യൂണിയനുകൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. 3, 4 പ്രസ്താവനകൾ ശരിയാണ്.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എയും ബിയും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ഉത്തരം ഓപ്ഷൻ എയും ബിയും പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. അടുത്ത ചോദ്യം, നിലവിലെ UPSC ചെയർമാനാണ് അജയ് കുമാറാണ്. നിലവിലെ UPSC ചെയർമാൻ അജയ് കുമാറാണ്. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എയും ബിയും പ്രസ്താവനകൾ ശരിയാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. സിയും ശരിയാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. എയും ബിയും സിയും പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഫെബ്രുവരി 19. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19-നാണ്. അടുത്ത ചോദ്യം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28-ാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതികൾക്കാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാവുന്നത്? ഡോപ്പമിൻ. ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാവുന്നത്. അടുത്ത ചോദ്യം, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സീറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സീറോഫ്താൽമിയ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നതാണ് പ്രോലാക്റ്റിൻ. ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നത് സൊമാറ്റോട്രോപ്പിനുമാണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ് തൈമിൻ. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് തൈമിനാണ്. അടുത്ത ചോദ്യം, ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമമാണ് ചെറുതന. ആലപ്പുഴ ജില്ലയിലെ ചെറുതന. അടുത്ത ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞനാണ് ഡ്രൂ വെയ്സ്മാൻ. അടുത്ത ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? റേഡിയോ തരംഗം. ഇലക്ട്രോ മാഗ്നറ്റിക്
സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മിയാണ് റേഡിയോ തരംഗം. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി 11.2 km/s. അടുത്ത ചോദ്യം ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 2 atm. അടുത്ത ചോദ്യം മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം 7.4 ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹമാണ് നിക്കൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം നിക്കലാണ്. അടുത്ത ചോദ്യം വായുകുമിളകൾ താഴെ നിന്നും ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ബോയിൽ നിയമം. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നത് ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഹീലിയം. അടുത്ത ചോദ്യം അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കൂടിയാട്ടം. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അടുത്ത ചോദ്യം ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനമാണ് ഫുട്ബോൾ. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനമാണ് ഫുട്ബോൾ. അടുത്ത ചോദ്യം ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. അടുത്ത ചോദ്യം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷതാൻ. ആരുടെ വാക്കുകളാണിത്? വള്ളത്തോളിൻ്റെ വരികളാണ്. അടുത്ത ചോദ്യം അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് H9N2. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.